ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ കൈപ്പള്ളി. ഇന്ന് ഐതിഹ്യമാല കഥാവിഭാഗത്തിൽ ഞാൻ പറയുന്നത് മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരെക്കുറിച്ചാണ്. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളവാസികളിൽ അധികം ഉണ്ടായിരിക്കുകയില്ല. തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാതാപിതാക്കന്മാർ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഏകാഗിയായി തീർന്നു. ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത്. നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഏകാഗിയായി ആ ചെറ്റപ്പുരയിൽ താമസിക്കുക എന്നുള്ളത് കൊച്ചു പൗലോസിന് ഏറ്റവും ദുഷ്കരവും ദുസ്സഹവുമായി തീർന്നു. അതിനാൽ അവൻ ഒരു ദിവസം ആ വാസസ്ഥലത്തു നിന്നും ഇറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന് തൻ്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തിമാർഗമുണ്ടാക്കി തരണമേ എന്ന് ഭക്തിപൂർവം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ ദൈവപ്രേരിതമായിട്ടോ എന്ന് തോന്നുമാറ് അവിടെ വരികയും കൊച്ചു പൗലോസിനെ കണ്ടിട്ട്, ഏറ്റവും സുമുഖനും കോമളനുമായ ഈ ബാലകൻ ദുഃഖഭാരവേശത്തോടുകൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണമെന്തായിരിക്കും എന്ന് വിചാരിച്ച് അവനെ അടുക്കൽ വിളിച്ച് വിവരമെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലോസ് തൻ്റെ കഷ്ടതകൾ അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഉടനെ ആർദ്രമാനസനായി ഭവിച്ച ആ കത്തനാർ, നീ ഒട്ടും വിഷമിക്കേണ്ട, ഇവിടെ വന്ന് എന്നോട് കൂടി താമസിച്ചു കൊള്ളുക. നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്തു. വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു. കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലോസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാവുകയാൽ കത്തനാർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്നവയുമെല്ലാം സ്വയമേ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം, സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ട വിഷയങ്ങളിലും ആദ്യ നിപുണനായി തീർന്നു. അനന്തരം കൊച്ചു പൗലോസിന് ശമ്മാശു പട്ടം കൊടുത്തു. അന്നു മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് ശമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനുമുണ്ടായിരുന്നു. ആ ഭൃത്യൻ രാവിലെ വല്ലതും ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്കുണ്ണാൻ പൊതിച്ചോറും കെട്ടിയെടുത്ത് പശുക്കളെയുമെല്ലാം അഴിച്ചുവിട്ട് അടുക്കലുള്ള മലകളിലേക്ക് കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ പശുക്കളെയും കൊണ്ട് മടങ്ങി വരിക പതിവായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി നേരം വൈകിയപ്പോൾ എല്ലാറ്റിനെയും തിരിച്ചു കൊണ്ടുപോകുന്ന സമയം മാർഗമധ്യേ ഒരു പുലി ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തുകയും അത് കണ്ട ശേഷം പശുക്കൾ വിരണ്ട് 4 പുറത്തേക്കും ഓടുകയും വ്യാഘ്രം അടിച്ചു വീഴ്ത്തിയ പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പായുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഭയപരിതാപപരവശനായി തീർന്ന പശുപാലക ഭൃത്യൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിവരം കത്തനാരെ ധരിപ്പിച്ചു. പ്രാണാധിക സ്നേഹത്തോടുകൂടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നതായിട്ട് കേട്ട് കത്തനാർ അത്യന്തം വിഷണനായി തീർന്നു. ഉടനെ അദ്ദേഹം ആയുധപാണികളായ ചില അനുചരന്മാരോട് പൗലോസ് ശമ്മാശനോടും കൂടി പശുക്കളെ അന്വേഷിക്കുവാൻ പുറപ്പെട്ടു. അവർ കാട്ടിൽ കയറിയതിൻ്റെ ശേഷം ഓരോരുത്തരും പല വഴികളായി പിരിഞ്ഞ് അന്വേഷണം നടത്തി. സ്വല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടുകയും അന്ധകാരം കൊണ്ട് ഒന്നും കാണുവാൻ വയ്യാതായി തീരുകയും ചെയ്യുകയാൽ ഇന്നിനി അന്വേഷിച്ചത് കൊണ്ട് ഫലമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാരും കൂട്ടരും മടങ്ങിപ്പോന്നു. കത്തനാർ വീട്ടിലെത്തിയപ്പോഴേക്കും പുലി പിടിച്ച ഒരു പശു ഒഴികെ ശേഷമെല്ലാം അവയുടെ ശാലകളിൽ വന്നെത്തിയിരുന്നു.
ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടാതെ ഇങ്ങ് വന്നെത്തിയല്ലോ എന്ന് വിചാരിച്ച് കത്തനാർ ഒരുവിധം സമാധാനപ്പെട്ടു. അപ്പോഴാണ് പൗലോസ് ശമ്മാൻ്റെ കാര്യം അദ്ദേഹം ഓർത്തത്. രാത്രി നേരം വളരെ വൈകിയിട്ടും ശമ്മാശൻ മടങ്ങി വരായികയാൽ കത്തനാർ ഏറ്റവും വ്യസനാക്രാന്തനായി തീർന്നു. പോയത് ഒരു മച്ചിയാണെങ്കിലും കാട്ടിൽ ചെന്നതിൻ്റെ ശേഷം കത്തനാരാകട്ടെ വേറെ കൂടെ ഉണ്ടായിരുന്നവരാകട്ടെ ആരും ശമ്മാനെ കാണുകയുണ്ടായില്ല. സമയം അതിക്രമിക്കും തോറും കത്തനാർക്ക് വ്യസനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ശമ്മാശനെക്കുറിച്ച് പുത്ര നിർവിശേഷമായ വാത്സല്യമുണ്ടായിരുന്നു. കത്തനാരും ശമ്മാശനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ്. അതിനാൽ ശമ്മാശൻ കൂടി വന്നിട്ട് അത്താഴമുണ്ണാമെന്ന് വിചാരിച്ച് കത്തനാർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു. എന്നിട്ടും ശമ്മാശൻ വന്നില്ല. അതിനാൽ കത്തനാർ അത്താഴമുണ്ടു എന്നു വരുത്തി ഉറങ്ങാനായി പോയി കിടന്നു. എങ്കിലും മനോവിചാരം മൂലം അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല. അദ്ദേഹം ഇരുന്നും കിടന്നും ശയനമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒരു വിധത്തിൽ നേരം വെളിച്ചമാക്കി. കത്തനാർ വെളുപ്പാങ്കാലത്തെ എണീറ്റ് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് 10-15 കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോയി. അവിടെ അടുത്തുള്ള കാടും മലയുമെല്ലാം തിരിഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവുമുണ്ടായില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടും വന്നു കാണായികയാൽ ശമ്മാശിനെയും കടുവ പിടിച്ചു തിന്നതാണെന്നു കരുതി എല്ലാവരും തീർച്ചപ്പെടുത്തി. എങ്കിലും കത്തനാർ അങ്ങനെ തീർച്ചയാക്കിയില്ല. അത്യന്തം സുശീലനും ദൈവഭക്തനുമായ ആ മനുഷ്യന് അങ്ങനെയുള്ള ദുർമരണത്തിന് ദൈവം ഇടവരുത്തുകയില്ലെന്നായിരുന്നു കത്തനാരുടെ വിചാരം. അതിനാൽ അദ്ദേഹം ശമ്മാശൻ്റെ രക്ഷയ്ക്കായി സദാ ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ ശമ്മാശന് ജീവഹാനി സംഭവിച്ചില്ല. എന്നാൽ സ്വല്പം ചില കുഴപ്പങ്ങൾ പറ്റാതെയുമിരുന്നില്ല. അദ്ദേഹം കാട്ടിൽ കയറി വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. പശുക്കളിൽ ഒന്നിനെപ്പോലും അവിടെയെങ്ങും കാണായികയാൽ ഒടുക്കം വലിയ മനസ്താപത്തോടുകൂടി വാസസ്ഥലത്തേക്കു തന്നെ മടങ്ങി. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നടന്നാൽ പിശാചുക്കൾ കണ്ണുകെട്ടി വഴിയറിയാൻ വയ്യാത്തതാക്കുമെന്നും മറ്റു ചിലർ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ വല്ലത് സംഭവിച്ചിട്ടോ എന്തോ. കുറേ നടക്കുമ്പോൾ ശമ്മാശനു വഴിതെറ്റിയില്ലെങ്കിലും അദ്ദേഹം അത് തൽക്കാലം അറിഞ്ഞില്ല. വികാരിയുടെ വീട്ടിലേക്കെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. വളരെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്തെത്തായികയാൽ അദ്ദേഹത്തിന് ഭയം തോന്നി തുടങ്ങി. ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലല്ലോ. ഇതെന്താണ്? തനിക്ക് വഴിതെറ്റിപ്പോയിരിക്കുമോ? ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് കൂടിയാൽ 2 നാഴികയാവട്ടെ, അതിലധികം വഴിയില്ല. ഞാൻ നടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 12 നാഴികയായിരിക്കണം. ഇതെന്തൊരത്ഭുതമാണ്! ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇരുട്ടിൻ്റെ കാഠിന്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണാൻ വയ്യാതായിരിക്കുന്നു. വല്ലവരോടും വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ല. മനുഷ്യരുടെ ശബ്ദം കേൾക്കുവാൻ പോലും ഇല്ല. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് സാധുശീലനായ ആ ശമ്മാശൻ ഒരു സ്ഥലത്തു നിന്നും, അതൊരു വലിയ ഗുഹയുടെ വാതുക്കലായിരുന്നു അദ്ദേഹം ചെന്ന് നിന്നത്. ശമ്മാശൻ വിചാരമഗ്നനായി ഇങ്ങനെ നിന്ന സമയം അതിഭയങ്കരമൂർത്തിയായ ഒരാൾ പിന്നിൽ കൂടി ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഗുഹാന്തർഭാഗം ആദ്യം ഘോരാന്ധകാരമായും വിജനമായിട്ടുമാണ് കാണപ്പെട്ടത്. അല്പദൂരം ചെന്നപ്പോൾ അവിടെ നിറച്ചു വിളക്കുകളും പകൽ പോലെ വെളിച്ചവും കണ്ടു തുടങ്ങി. ശമ്മാശനെ എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ അവിടെ അതിവിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നു നിർത്തിയിട്ട് അവിടെ ആസനസ്ഥനായിരുന്ന ഗംഭീരപുരുഷൻ്റെ അടുക്കൽ ചെന്ന് സവിനയം എന്തോ സ്വകാര്യമായി പറഞ്ഞു. ആസനസ്ഥനായിരുന്ന ആ ആളുടെ അടുക്കൽ പഞ്ചഭുജമടക്കി വന്ദിച്ചുകൊണ്ട് ചിലർ നിൽക്കുന്നുമുണ്ടായിരുന്നു. അവരെല്ലാവരും നഗ്നന്മാരും ഒരുപോലെ ഭയങ്കര ആകൃതികളുമായിരുന്നു. എങ്കിലും ഒരാളുടെ ഇരിപ്പും മറ്റുള്ളവരുടെ നിൽപ്പും കൊണ്ട് അവരുടെ സേവകഭാവം സ്പഷ്ടീഭവിച്ചിരുന്നു. ആകപ്പാടെ കണ്ടപ്പോൾ മുമ്പേ തന്നെ ഒരു ഭയങ്കര മൂർത്തിയാൽ ആക്രാന്തനാകയാൽ
ഗതപ്രാണനായി തീർന്നിരുന്ന ഷമ്മാശൻ്റെ പ്രാണൻ മുഴുവനും പോയി എന്നു തന്നെ പറയാം. അദ്ദേഹം ഒരു ജീവച്ഛവം പോലെ അവിടെ നിന്നുവെന്നേയുള്ളൂ. അദ്ദേഹം മനസ്സുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നതിനാലാകാം നിലത്തു വീഴാതെ ഒരുവിധം നിന്നത്. അദ്ദേഹം ഖണ്ഡഗത പ്രാണനായി അങ്ങനെ നിൽക്കവേ ചില ഭീവത്സാകൃതികൾ അവിടെ വന്ന് ആ കൂട്ടത്തിൽ തലവനായിരിക്കുന്ന ആളോട്, ഇപ്പോൾ കൊണ്ടുവരപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ചു പങ്കുവെച്ച് തിന്നുകൊള്ളട്ടെയോ എന്ന് ചോദിച്ചു. ഇതു കേട്ടപ്പോൾ തന്നെ ഷമ്മാശൻ്റെ മനസ്ഥിതി ഏതു പ്രകാരമായി തീർന്നിരിക്കുമെന്ന് കേൾവിക്കാരായ നിങ്ങൾക്ക് ഊഹിച്ചു കൊള്ളുകയല്ലാതെ പറഞ്ഞറിയിക്കാൻ ശക്തനല്ല. എങ്കിലും ആ പ്രധാന പുരുഷൻ മറ്റുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ സ്വല്പം ക്ഷമിക്കുവിൻ, ഇവൻ ഒരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ. ഇവൻ നമ്മോടൊത്തുകൂടി താമസിക്കുവാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കൊള്ളുവിൻ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട് ആ വികൃതാകൃതികൾ വിഷമത്തോടുകൂടി പിന്മാറിപ്പോയി. ഉടനെ കാട്ടുമുട്ടനായ ആ പ്രമാണി ഷമ്മാശൻ്റെ അടുക്കൽ വിളിച്ച് ഏറ്റവും വാത്സല്യഭാവത്തോടുകൂടി പറഞ്ഞു, അല്ലയോ സാധുവായ യുവാവേ, നീ ആരാണ്? എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്? എൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടെ താമസിക്കാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട. ഇനി ഇവിടെ നിന്ന് പുറത്തു പോയാൽ എങ്ങനെയായാലും നിനക്ക് ഒരിക്കലും സാധിക്കുകയുമില്ല. ഇവിടെ വന്നു ചേരുന്നവരെ വിട്ടയക്കുക പതിവില്ല. നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും. അല്ലാത്തവരെ ഇവിടെയുള്ള മനുഷ്യഭോജികൾ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞു. ഇതുകേട്ട് ഷമ്മാശൻ, ഈ ദുഷ്ടൻ്റെ വരുതി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടി വരും. ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടാൻ തരം കിട്ടിയേക്കും എന്ന് വിചാരിച്ച്, അവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നെ ആരും ഭക്ഷിക്കാതെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടു പിന്നെ താൻ ആരാണെന്നും ആ ഗുഹയിൽ വന്നു ചേർന്നത് എപ്രകാരമാണെന്നും മറ്റും വിചാരിച്ച് അവനെ താൻ വന്നുപെട്ട കാര്യങ്ങളത്രയും ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഷമ്മാശൻ്റെ ആകൃതിയും വാക്കും വിനയഭാവവുമെല്ലാം ആ സംഘപ്രമാണിക്ക് വളരെ ബോധിച്ചു. അതിനാൽ സന്തോഷസമേതം അവൻ വീണ്ടും പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. നീ ഒരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കുവാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് മന്ത്രവാദവും ഇന്ദ്രജാലവും മുതലായ വിദ്യകളും നല്ലതുപോലെ അറിയാം. അവയെല്ലാം നിന്നെയും നാം പഠിപ്പിക്കാം. നാം ഒരു മലയരയനാണ്. മലയരയന്മാർക്ക് പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട്. നാം അത് വിശേഷിച്ചും കൂടുതലായി പഠിച്ചിട്ടുമുണ്ട്. ഇവിടെയുള്ളവരിൽ മിക്കവരും എൻ്റെ ജാതിക്കാരാണ്. നിന്നെപ്പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലതുണ്ട്. എല്ലാവരും നമ്മുടെ ഭൃത്യന്മാർ തന്നെ. നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം നാട്ടുംപുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും നാം ആരെയും അറിയിച്ചിട്ടില്ല. അതൊന്നും ആരും അറിയരുതെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തത്. നമ്മുടെ ഭൃത്യന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട്. ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കാമെന്നു തന്നെ തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക. നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കുവാൻ പാടില്ലെന്നാണ് ഏർപ്പാട്. നഗ്നനായി താമസിക്കുന്ന കാര്യം ഷമ്മാശന് ഒട്ടും സമ്മതമായിരുന്നില്ല. എങ്കിലും ഗത്യന്തരമില്ലാത്തതിനാൽ ആ ക്രൂരൻ പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും
അവിടെ താമസിച്ച് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മന്ത്രവാദം മുതലായ പഠിച്ചു തുടങ്ങുകയും ചെയ്തു. വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കര മൂർത്തികളുമായ ആ ദുഷ്ടന്മാരുടെ സഹവാസം സുശീലനായ ഷമ്മാശന് ഒട്ടും സന്തോഷാവഹമായിരുന്നില്ല. എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പൗലോസ് ഷമ്മാശൻ ഒരു വ്യാഴവട്ടം, അതായത് 12 വർഷം തികച്ചും ആ ഗുഹയിൽ താമസിച്ചു. അത്രയും കാലം കൊണ്ട് ആ മലയരയൻ പഠിച്ചിരുന്ന വിദ്യകൾ മുഴുവനും ഷമ്മാശനെ പഠിപ്പിക്കുകയും ബുദ്ധിമാനായ ഷമ്മാശൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാശന് ആ ഗുരുവിനെക്കുറിച്ചു വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായിത്തീർന്നു. അപ്രകാരം തന്നെ ആ ഗുരുവിന് ശിഷ്യനെക്കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനിർവിശേഷമായ വാത്സല്യവും ഉണ്ടായി. എങ്കിലും ഇനി ഇവിടെ നിന്നും വല്ല പ്രകാരവും വെളിക്കു ചാടണം എന്നുള്ള വിചാരം ഷമ്മാശനും, ഇനി ഇവൻ നമ്മെപ്പറ്റി പോയേക്കാം എന്നുള്ള വിചാരം ആ അരയനുമുണ്ടാകാതിരുന്നില്ല. അതിനാൽ മലയരയൻ ഷമ്മാശനെ സദാ സൂക്ഷിച്ചു കൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കിട്ടി. അവർ രാത്രിയും പകലും ഒരുപോലെ ഗുഹാദ്വാരത്തിൽ കാവലായി. എന്നു മാത്രമല്ല, രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തർ മാറി മാറി ഉറക്കപ്പിളച്ചിരുന്നു. കൂടെ കൂടെ ഷമ്മാശനും വിളിക്കണമെന്നും വിളിക്കുമ്പോഴല്ല ഷമ്മാശൻ മൂളണമെന്നും ഏർപ്പാട് വയ്ക്കുകയും ചെയ്തു. അതിനാൽ മനോരാജ്യം സാധിക്കാത്ത ഷമ്മാശൻ വല്ലാതെ കുഴങ്ങി വശമായി. എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവൽക്കാരെല്ലാം മയക്കി വെളിയിൽ ചാടുന്നതിനുള്ള വിദ്യ ഷമ്മാശൻ അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതിനാലാണ് അദ്ദേഹം കുഴങ്ങിയത്. ഏതു വിധവും പോകണമെന്നുള്ള വിചാരം മൂത്തുവരികയും അതിന് നിവൃത്തിയില്ലാതെയായി തീരുകയും ചെയ്യുകയാൽ ഷമ്മാശൻ ഏറ്റവും വിഷണ്ണനായി ഭവിച്ചു. വിഷാദ നിമിത്തം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങാനും ആവാത്ത അവസ്ഥ വന്നു. സദാ ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പതിവ് പോലെ അല്ലാതെ വിഷണ്ണനായി കാണുകയാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ മലയരയൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിളിച്ച്, നിനക്കെന്താണ് ഈയിടെ വലിയ വിഷാദം ഉള്ളതുപോലെ ഇരിക്കുന്നത്? സത്യം അറിയണം, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ എന്ന് സ്വകാര്യമായി ചോദിച്ചു. ഷമ്മാശൻ പറഞ്ഞു, എനിക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിന് അനുവദിക്കുകയില്ലല്ലോ. അവിടുന്ന് അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യവുമല്ല. അവിടുത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിൽ എനിക്കും വളരെ സങ്കടമുണ്ട്. എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നതുവരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ വികാരി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും സാമാന്യത്തിലധികം എനിക്കുണ്ട്. ഈ രണ്ട് വിചാരവും കൂടി എന്നെ അത്യധികം വിഷണ്ണനാക്കി തീർത്തിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് പരമാർത്ഥം. ഇനി അവിടുത്തെ കൽപ്പന പോലെ. മലയരയൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞതിനെക്കുറിച്ചും നാം അത്യന്തം സന്തോഷിക്കുന്നു. നിന്നെ വിട്ടുപിരിയുന്ന കാര്യം നമുക്കും വളരെ സങ്കടമായിട്ടുള്ളതാണ്. നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നത് നമ്മുടെ പതിവിന് വിരുദ്ധമാണ്. നാം മനസ്സാലെ നിന്നെ വിട്ടയച്ചാൽ നാം ഒരു അസ്ഥിര ചിത്തനാണെന്ന് ഇവിടെയുള്ളവരെല്ലാവരും വിചാരിക്കും. അതിനാൽ നാം അപ്രകാരം ചെയ്യുകയില്ല. എങ്കിലും നിന്റെ മനസ്സ് പോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു. നാം ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ഭാവത്തിലും ആയിരിക്കണം. നമ്മുടെ കാവൽക്കാരറിയാതെ പോവാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക. നിനക്കു നിൻ്റെ ആദ്യ രക്ഷാകർത്താവിനെ കാണണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ നമ്മെയും കലാന്തരത്തിൽ മറന്നുകളയുകയില്ലെന്ന് നാം വിശ്വസിക്കുന്നു. ഷമ്മാശൻ പറഞ്ഞു, എൻ്റെ ജീവനുള്ള കാലത്ത് ഞാൻ അവിടുത്തെ വിസ്മരിക്കുകയോ അവിടുത്തെക്കുറിച്ച് എനിക്ക് ഭക്തി ബഹുമാനാദരങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുന്നതല്ല. അപ്പോൾ മലയരയൻ പറഞ്ഞു, എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എന്നെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം ചെയ്യണം. ഷമ്മാശൻ ഇത് കേട്ട ഉടനെ സസന്തോഷം സത്യം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങുകയും അന്നു രാത്രി തന്നെ ചില വിദ്യകൾ പ്രയോഗിച്ച് കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിട്ട് യഥേഷ്ടം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അദ്ദേഹം അവിടെ ചെന്ന ദിവസം അഴിച്ചു സൂക്ഷിച്ചിരുന്ന
ഉടുപ്പുകളും തൊപ്പിയുമെല്ലാം എടുത്തുകൊണ്ടാണ് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയത്. അതിനാൽ പുറത്തിറങ്ങിയാൽ ഉടനെ അവയെല്ലാം ധരിച്ച് ഷമ്മാശൻ്റെ എത്തിത്തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അന്നു നിലാവുള്ള കാലമായിരുന്നതിനാൽ കുറേ നടന്നപ്പോൾ ആ പെരുങ്കാട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു. എങ്കിലും അവ എങ്ങോട്ടെല്ലാമാണെന്ന് തിരിച്ചറിയാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലട്ടെ, മനുഷ്യരുള്ള ദിക്കിലെത്തിയാൽ പിന്നെ ചോദിച്ചറിഞ്ഞ് സ്വദേശത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവയിൽ ഒരു വഴിയെ അദ്ദേഹം നടന്നു തുടങ്ങി. ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരുന്നത് 3.25 നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാഞ്ഞിട്ട് പിന്നാലെ ഓടിയെത്തിയേക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത്. അങ്ങനെ പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യസഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വല്പം സമാധാനമായി. എങ്കിലും ഭയം മുഴുവനും പെട്ടുമാറിയില്ല. അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ നടന്നു. 5-8 നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും കലശലാവുകയാൽ നടക്കാൻ വയ്യാതെയായി. അതിനാൽ വഴിയരികിൽ കണ്ടതായ ഒരു ചെറിയ വീട്ടിൽ കയറി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ഷമ്മാശൻ, വലിയമ്മേ, എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു, കുറച്ച് കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു. വൃദ്ധ പറഞ്ഞു, എൻ്റെ മോനെ, അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് കഞ്ഞി തരുന്നത്? ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചു കൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ. അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പങ്ക് തരാം. ഷമ്മാശൻ പറഞ്ഞു, ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ? വൃദ്ധ പറഞ്ഞു, ഒന്നോ ഒരു മുറിയോ അരി എൻ്റെ വട്ടി കുടഞ്ഞിട്ടാൽ കാണുമായിരിക്കും, അതുകൊണ്ട് എന്ത് കാണിക്കാനാണ്? ഷമ്മാശൻ പറഞ്ഞു, ഒരരിയെങ്കിലും എടുത്തുകൊണ്ട് വരണം, നമുക്കതുകൊണ്ട് വല്ലതും കൗശലമുണ്ടാക്കാം. വൃദ്ധ പറഞ്ഞു, എൻ്റെ മകനെ, നിനക്ക് പിച്ചു പിടിച്ചോ? ആകട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ചെന്ന് അവരുടെ അരിപട്ടി തട്ടിക്കുടഞ്ഞിട്ട് ഒരു പിടി അരി കിട്ടിയത് ഷമ്മാശൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഷമ്മാശൻ, ഇനി വല്യമ്മേ, വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം എന്ന് പറഞ്ഞു. അത് വെറും കമ്പമാണെന്ന് വൃദ്ധയ്ക്ക് തോന്നി. എങ്കിലും ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വൃദ്ധ ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു. അപ്പോൾ ഷമ്മാശൻ ആ പൊടിയരി കൊണ്ടു ചെന്ന് വെള്ളത്തിലിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാത്രം നിറച്ച് കഞ്ഞിയുണ്ടായി. ഇതുകണ്ട വൃദ്ധ വിസ്മയിച്ചു. ഉടനെ അവർ ഉപായത്തിലൊരു പുഴുക്കുമുണ്ടാക്കി ഷമ്മാശന് കഞ്ഞി വിളമ്പിക്കൊടുത്തു. രണ്ടുപേരും വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു. കഴിഞ്ഞിട്ടും പിന്നെയും പാത്രത്തിലൊരിടം കഞ്ഞി അവശേഷിച്ചു. ഷമ്മാശൻ മലയരയൻ്റെ അടുക്കൽ നിന്നു വിദ്യകൾ അഭ്യസിച്ചിട്ട് ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കെടുത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതുമായിരുന്നു. കഞ്ഞി കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഷമ്മാശൻ വൃദ്ധയോട്, ഇവിടെ നിന്ന് കടമറ്റത്ത് പള്ളിയിലേക്ക് എന്ത് ദൂരമുണ്ട് എന്ന് ചോദിച്ചു. ഒരു 4 നാഴിക കാണും എന്ന് വൃദ്ധ പറഞ്ഞു. എന്നാൽ പരിഭ്രമിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ച് ഷമ്മാശൻ അവിടെ തന്നെ കിടന്ന് ഒന്നുറങ്ങി. ഉണർന്നെണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്നും പുറപ്പെട്ടു. വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് സന്ധ്യയ്ക്ക് മുമ്പായി പഴയ വാസസ്ഥലത്തെത്തി. കത്തനാരെ കണ്ടു വന്ദിച്ചു. ഷമ്മാശനെ കണ്ടിട്ട് കത്തനാർ ആളറിഞ്ഞില്ല. അതിനാൽ ഷമ്മാശൻ, അച്ഛൻ എന്നെ അറിയില്ലായോ? ഞാൻ അവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലൂസാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കത്തനാർ, അയ്യോ എൻ്റെ കുഞ്ഞെ, നീ മരിച്ചു പോയതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അപ്പോൾ ഷമ്മാശനും പാരവേശത്താൽ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെ കുറച്ചു നേരത്തേക്ക് സന്തോഷാധിക്യത്താൽ 2 പേർക്കും സംസാരിക്കാൻ ശബ്ദം പുറപ്പെടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കത്തനാർ ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട്, നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഷമ്മാശൻ പറഞ്ഞു, ഞാൻ അന്ന് പശുക്കളെ അന്വേഷിച്ച് കാട്ടിൽ നടന്നപ്പോൾ വഴിതെറ്റി നടന്നു ഒടുക്കം പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നു ചേർന്നു. അവിടെ വെച്ചു ചില ദുഷ്ടന്മാർ എന്നെ പിടിച്ചു കാരാഗൃഹത്തിലാക്കി. അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് തരം കിട്ടിയുള്ളൂ. ഉടനെ ഞാൻ പോരുകയും ചെയ്തു. കത്തനാർ പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും തിരികെ പോരാൻ സാധിച്ചുവല്ലോ, അതുതന്നെ ഭാഗ്യം. എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ട്
വീണ്ടും ജനിച്ചു വന്നതുപോലുള്ള സന്തോഷം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പിയാർ ഓടി വിയർത്തു കുളിച്ച് കിടുകിട വിറച്ചുകൊണ്ട് അവിടെ എത്തി. അയ്യോ, നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു. ഓരോന്നിൻ്റെയും സ്വരൂപം എങ്ങനെയിരിക്കുന്നു! അവരെ കണ്ടാൽ പേടിച്ച് ചത്തുപോവും. നേരം സന്ധ്യയായല്ലോ. പള്ളിയിൽ കയറി മണിയടിക്കാൻ നിവൃത്തിയില്ല. അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ചു ജീവനോടെ വിഴുങ്ങും. സംശയമില്ല. ഓരോന്നിൻ്റെയും പൊക്കം ഓരോ കൊന്നത്തെങ്ങോളമുണ്ട്. പിടിച്ചാൽ പിടിമുറ്റാത്ത വണ്ണം. കരിങ്കല്ലുകൊണ്ട് വാർത്തതുപോലെ എല്ലാം കറുകറയിരിക്കുന്നു. ഇനി എന്താ നിവൃത്തി? എന്ന് പള്ളിയിൽ മണിയിടാനും നമസ്കാരമൊന്നും വേണ്ടായോ? അത് അച്ഛൻ നിശ്ചയിക്കണം. ഇന്നിവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല, അത് തീർച്ച തന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ ശമ്മാശൻ അങ്ങോട്ട് ഞാൻ വരാം, കപ്പിയാരും വരണം, ഞാൻ ആ പിശാചുക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. കത്തനാർ, അയ്യോ നീ പോകണ്ട, ഇനിയും വല്ലതും ആപത്ത് പറ്റിയേക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലാം. എനിക്ക് വല്ലതും പറ്റിയാലും തരക്കേടില്ല, വയസ്സ് 88 ആയല്ലോ. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എത്ര നാളിരിക്കും? എൻ്റെ കുഞ്ഞെ, നിനക്ക് ചെറുപ്പമല്ലേ, നീ ഇനിയും വളരെക്കാലം ജീവിച്ചിരിക്കേണ്ട ആളാണല്ലോ. ശമ്മാശൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആർക്കും ഒരാപത്തും സംഭവിക്കുകയില്ല. ഞാൻ ഈ പിശാചുക്കളെ അവിടെ നിന്ന് ഓടിക്കാം. അച്ഛൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വരണം, നമുക്ക് പോകാം. അച്ഛനെ അയച്ചിട്ട് ഞാനിവിടെ ഇരിക്കയില്ല, തീർച്ച തന്നെ. ഇങ്ങനെ പറഞ്ഞ് കത്തനാരും ശമ്മാശനും കപ്പിയാരും കൂടി പള്ളിയിലേക്ക് ചെന്നു. കപ്പിയാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഗുഹയിൽ നിന്നും പുറപ്പെട്ടവരായിരിക്കും എന്ന് ശമ്മാശൻ ഊഹിച്ചു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെ എന്ന് തീർച്ചയാവുകയും ചെയ്തു. ശമ്മാശൻ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് കത്തനാർ, എൻ്റെ മകനെ, അടുത്തു പോകരുതേ എന്ന് പറഞ്ഞു. ശമ്മാശൻ ഒട്ടും കൂസലും കൂടാതെ അടുത്തു ചെന്ന് അവരോട്, നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? ഇത് ദേവാലയമാണ്. നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ലിത്. നിങ്ങൾക്ക് ജീവനോടുകൂടി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിയെ പൊയ്ക്കൊള്ളുവിൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്, നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശമ്മാശനെ പിടിക്കാനായി എല്ലാവരും അടുത്തുകൂടി. ശമ്മാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം നിലം പതിക്കുകയും ചെയ്തു. ഇത് കണ്ട് കത്തനാരും കപ്പിയാരും അത്ഭുത പരവശരായി തീർന്നു. ഉടനെ കപ്പിയാർ മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ വന്നുകൂടുകയും ചെയ്തു. വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കര ആകൃതി കണ്ടും ശമ്മാശൻ്റെ വിദ്യകളെക്കുറിച്ച് കേട്ടും വിസ്മയിച്ചു. അപ്പോൾ കത്തനാർ ശമ്മാശനോട് പറഞ്ഞു, ഇവർ മരിച്ചു പോയിരിക്കുമോ എന്ന് ചോദിച്ചു. ശമ്മാശൻ പറഞ്ഞു, മരിച്ചിട്ടില്ല, വേണമെങ്കിൽ മരിപ്പിക്കാം. കത്തനാർ പറഞ്ഞു, ഏത് വിധവും ഇവരെ ഇവിടെ നിന്ന് കളയണമല്ലോ, ഇവർ ഇവിടെ കിടന്നാലും നടന്നാലും ഉപദ്രവം തന്നെ. ശമ്മാശൻ, അപ്പോൾ കളഞ്ഞേക്കാം. അദ്ദേഹം പിന്നെയും എന്തോ വിദ്യ പ്രയോഗിച്ചു. ഉടനെ ആ ഭയങ്കരാകൃതികൾ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നെണീറ്റ്. അപ്പോൾ ശമ്മാശൻ പറഞ്ഞു, എന്താ, ഇനി പൊയ്ക്കൊള്ളാമോ? വേണമെങ്കിൽ കുറച്ചുകൂടി വല്ലതുമാകാം എന്ന് പറഞ്ഞു. അത് കേട്ട ആ കാട്ടുമുട്ടാളന്മാർ, അയ്യോ ഇനി ഒന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ശമ്മാശനെ വന്ദിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെടുകയും ശമ്മാശനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു. അപ്പോൾ കത്തനാർ ശമ്മാശനോട്, എൻ്റെ മകനെ, നീ ഈ ദിവ്യശക്തി എവിടെ നിന്നും പഠിച്ചു എന്ന് ചോദിച്ചു. ഇതൊന്നും എൻ്റെ ശക്തിയല്ല, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണല്ലോ എന്ന് ശമ്മാശൻ മറുപടി പറയുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ശമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു. അന്നു മുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്ത് കത്തനാർ എന്നും കടമറ്റത്തച്ഛൻ എന്നും അവരുടെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞു തുടങ്ങി. അക്കാലത്ത് അദ്ദേഹം സ്വദേശത്ത് ചിലർക്കുണ്ടായ ബാധോപദ്രവങ്ങളും ചാത്തൻ്റെ ഉപദ്രവങ്ങളും മറ്റും മാറ്റുകയാൽ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്ന് ഒരു പ്രസിദ്ധി ഉണ്ടായിത്തീരുകയും തന്നിമിത്തം ദൂരസ്ഥലങ്ങളിൽ നിന്നുകൂടി ആളുകൾ വന്ന് മന്ത്രവാദത്തിനായി അദ്ദേഹത്തെ കൊണ്ടുപോയി തുടങ്ങുകയും ആ മാർഗത്തിൽ അദ്ദേഹത്തിന് ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവായിരുന്ന വികാരി അച്ഛൻ കത്തനാർ ചരമഗതിയെ പ്രാപിക്കുകയാൽ അദ്ദേഹം സ്വന്തമായി ഒരു ഗൃഹം പണി കഴിപ്പിച്ച്
താമസം അങ്ങോട്ടേക്ക് മാറ്റി. അതിനാൽ അദ്ദേഹം പാചകക്കാരെയും പരിചാരകന്മാരെയും മറ്റും 4-5 പേരെ തന്നോടുകൂടി താമസിച്ച് തുടങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും കടമറ്റത്ത് കത്തനാർ എന്നുള്ള കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു. കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ലെന്നുള്ള വിശ്വാസം സകല ജനങ്ങൾക്കുമിടയിലും ദൃഢമായി തീർന്നു. അതിനാൽ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടിരുന്നു. ആരാവശ്യപ്പെട്ടാലും എവിടെയായാലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസം ചുരുക്കമായിരുന്നു. അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആർക്കായാലും ഏത് കാര്യമായാലും സാധിച്ചു കൊടുത്താൽ ഇന്നത് കിട്ടണമെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടല്ലാതെ അദ്ദേഹത്തിനാരും കൊടുക്കാറുമില്ല. അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ കുബേരനായി തീർന്നു. കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദമെന്നുള്ള പ്രസിദ്ധി ലോകത്തിലെല്ലാം നിറഞ്ഞു കവിയുകയാൽ അനേകം ദിക്കുകളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ചേരുകയും എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യസമ്പത്തും ധാരാളമുണ്ടായി. കടമറ്റത്ത് സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ. ആ സമ്പ്രദായക്കാരനായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്രകാരമെല്ലാമാണ് കടമറ്റത്ത് കത്തനാരുടെ ജീവിത കഥാ സംക്ഷേപം. മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരോടാണെന്നും മറ്റുള്ള വിവരങ്ങൾ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല. ഗുരുവിൻ്റെ അടുക്കൽ വെച്ച് ചെയ്ത സത്യം അദ്ദേഹം ശരിയായിട്ടു തന്നെ നിർവഹിച്ചു. എങ്കിലും അദ്ദേഹം സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിലെഴുതി സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത്.